ഒരു കാര്യം പറയട്ടെ, അനിമോള് ഇവിടെ ജിസയിലെ കാട്ടിയും കൂടുതൽ പേയ്മെന്റ് എനിക്കാകും. ഇവിടെ എന്ത് തോന്നാത്ത കളിച്ചില്ലെങ്കിലും ഇവര് നിർത്തും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടാത്തതെന്നും ഇവിടെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. യെസ്, ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ളൊരു വിഷയമുണ്ട്. നിങ്ങൾ നല്ലൊരു പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും. അനുമോളെ നെവിൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നു. അതിന് മറുപടിയായിട്ട് അനുമോൾ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗാണ്, നിൻ്റെ അമ്മൂമ്മയെ പോയി വിളിക്കുകയെന്ന്. അതായത് വീട്ടിലുള്ളവരെ വിളിക്കരുത് എന്നുള്ള ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് അനുമോൾ പറഞ്ഞതാണ്, നിൻ്റെ അമ്മൂമ്മയെ പോയി വിളിക്ക് എന്ന് പറയുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് പിന്നെയും നെവിൻ വിളിക്കുന്നു, പ്രൊവോക്ക് ചെയ്യുന്നു. ആ സമയത്ത് അനുമോൾ പ്രൊവോക്ഡായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, ആര് പറഞ്ഞാലും എന്ത് വന്ന് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ വിളി നിർത്തില്ല എന്ന് മാത്രമല്ല, ലാലേട്ടൻ പറഞ്ഞാൽ പോലും ഞാനിത് കേൾക്കില്ല എന്ന്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഭഗവാനെ, ആ ചങ്ങായിക്ക് ഈ വീക്കെൻഡിൽ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത പരിപാടികൾ ഇവർ കറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പി ആറുകളാണ് ഈ ഒരു സീസൺ വാഴാൻ പോകുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ പി ആറിനെ ചൊല്ലിയിട്ടാണ് ഇന്നും ഒരു സംസാരം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടി അനീഷ് കയറി വന്നിട്ട് എല്ലാം പുറത്ത് വരുന്നില്ലേ ബിഗ് ബോസ്, കേട്ടില്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ വകുപ്പിൽ കൂടി അങ്ങനെ നടക്കുന്നുണ്ട്. ഷാനവാസ് അതിൻ്റെ ഇടയിൽ കയറി പിടിക്കുന്നുണ്ട്, നെവിൻ കയറിയിട്ട് ഷാനവാസിനെ പറയുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം അടിപിടി പ്രശ്നമാണ് ലൈവിൽ നടന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. യെസ്, നോമിനേഷനാണ് വിഷയം. നോമിനേഷനെ ചൊല്ലിയിട്ടാണ് പ്രശ്നങ്ങൾ. നോമിനേഷൻ നീ എന്തുകൊണ്ട് മറ്റാളെ നോമിനേറ്റ് ചെയ്തു, മറിച്ചാളെ നോമിനേറ്റ് ചെയ്തു, ഇതാണ് വിഷയം. ഈ വിഷയത്തിലാണ് തുടങ്ങിയിട്ടുള്ളത് നെവിനും അനുമോളും തമ്മിൽ. നെവിൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുലസ്ത്രീ എന്നുള്ള ഈ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അനുമോൾ പറയുന്നത് നെവിനെ കണ്ടാൽ അറപ്പാണ്, നിന്നോട് അടുത്തേക്ക് വരാൻ തോന്നില്ല എന്നുള്ള ഡയലോഗാണ് അനുമോളുടെ ഭാഗത്തുണ്ടായത്. നെവിൻ നേരെ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ഈ നോമിനേഷൻ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലിടയ്ക്ക് ആര്യനും ഇൻവോൾവായി. ഇവിടെ നിന്നാണ് ഈ ഒരു സംസാരം നേരെ മൂത്തിട്ട് നേരെ ഇവർ കൊണ്ടുപോയത്. അനുമോൾക്ക് ഡെയിലി കിട്ടുന്ന പേയ്മെൻറ്റ് എത്രയാണ്, ഏകദേശം 65,000 രൂപയാണ് ഇവിടുത്തെ പേയ്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ളത് അനുമോൾ മൈക്ക് താഴ്ത്തിയിട്ടിട്ട് വളരെ കൃത്യമായിട്ട് നെവിനോട് പറഞ്ഞു എന്നുള്ളതാണ് നെവിൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത് നിർബന്ധമായിട്ടും ബിഗ് ബോസ് ലാലേട്ടനിലൂടെ ഈ വീക്കെൻഡിൽ വരുന്ന സമയത്ത് തെളിയിക്കണം, ഇങ്ങനൊരു സംസാരം അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം അനുമോൾ ഇതിന് സ്ട്രിക്റ്റായിട്ട് നിഷേധിക്കുകയാണ്. നെവിൻ വളരെ തീർത്തും പറയുന്നുണ്ട്, ആസ് യൂഷ്വൽ അക്ബർ അവിടെ അപ്പുറത്ത് മാറി ഇരുന്നിട്ട് രണ്ട് മുട്ടനാടുകൾ തമ്മിലിടിക്കുമ്പോൾ ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ഒരു കുറുക്കൻ്റെ മാതിരി അക്ബർ അവിടെ ഇരുന്നിട്ട് മെല്ലെ സ്ക്രൂ അടിക്കുന്നുണ്ട്. എന്താ പറഞ്ഞ് ഒന്നുകൂടി പറയുന്നൊക്കെയുള്ള രീതിയിൽ വളരെ വിദഗ്ധമായിട്ട് അക്ബർ സ്ക്രൂ കയറ്റി വിടുന്നുണ്ട്. എന്തായാലും എന്താണ് ലൈവിൽ നടന്നതെന്നുള്ള കോൺവെർസേഷൻ വോയിസ് കേൾക്കാം. ബാക്കി നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയൂ. എന്റെ ഫസ്റ്റ് നോമിനേഷൻ ഇത് നൂറ, ആൻഡ് സെക്കൻഡ് നോമിനേഷൻ ആര്യൻ. നാളുണ്ടോ സ്ത്രീ നിനക്ക് ഇങ്ങനെ ഇരുന്നിട്ട് വിളമ്പാനായിട്ട് അതായത് അനുമോൾ നോമിനേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് കേട്ടോ നെവിൻ പറയുന്നത്. കാരണം സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നോമിനേറ്റ് ചെയ്ത്, അതായത് 2-3 വാക്കുകളിൽ ഇവരെ നോമിനേറ്റ് ചെയ്ത് പോയി എന്നുള്ള വെച്ചിട്ടാണ് നെവിൻ ശരിക്കും പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ്. നിനക്ക് നാണുണ്ടോ സ്ത്രീയെ? ഈ പ്രാവശ്യത്തിന് എത്ര വലിയ സംഭവം, വലിയ കാര്യം. നീ ഇത്ര നല്ലൊരു ക്യാപ്റ്റനെങ്കിലും ആയിട്ടുണ്ടോ? കുഴപ്പമില്ല, ക്യാപ്റ്റൻ ആവേണ്ട ആവശ്യം എനിക്കില്ല. ഇതിന് മുന്നേ ഇവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അക്ബറിനൊരു പരിപാടി ഉണ്ട്. അക്ബർ ബാക്കി എല്ലാവരെയും ഒരു വില കുറഞ്ഞ് കാണുന്നു. അതായത് അക്ബർ മാത്രമാണ് എല്ലാ കഴിവുകളുള്ളത്, പാടാൻ കഴിവുള്ളത്, ബാക്കിയുള്ളവരൊന്നും ഒരു കഴിവ് കെട്ട വ്യക്തികളാണെന്നുള്ളത് അക്ബർ വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു എന്നുള്ള ഡിസ്കഷൻ അവിടെ ഹൗസിലുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേ ഒരു സംസാരം അവിടെ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ക്യാപ്റ്റൻ ആയിട്ടില്ല, നീ ക്യാപ്റ്റനായോ, നിനക്കിത് ചെയ്തോ, നിനക്ക് 2 ബോളേ കിട്ടിയുള്ളൂ, എനിക്ക് 3 ബോൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ അവിടെ കിടന്നിട്ട് എല്ലാവരും പുച്ഛിച്ച് പറയുന്നുണ്ട്. ഈ സംസാരത്തിൻ്റെ ബാക്കിയാണ് ഉണ്ടായത്. നീ എന്താണ് ഇവിടെ നേടിയിട്ടുള്ളത്, ഞാനൊരു പ്രാവശ്യം ക്യാപ്റ്റനിങ് ആയി, നീ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ എന്നാണ് അനുമോളോട് ചോദിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, ക്യാപ്റ്റൻ ആവേണ്ട ആവശ്യം എനിക്കില്ല. നീ ഇവിടെ വെറുതെ ഇരുന്നാലും കോണ്ടന്റ് കിട്ടും എന്നുള്ള അതിമോഹമാണ് മോളെയാണ്. എനിക്ക് നിങ്ങളുടെ സംസാരിക്കാൻ താല്പര്യം, കാണുന്നതേ എനിക്ക് താല്പര്യം. ഇവളിപ്പോഴുണ്ടല്ലോ
ഇത് ഗേൾസ് ഉള്ളി പറയുന്ന സാധനം ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനായിട്ടുള്ള പ്രിന്റാണ്. ഇന്ന് ബിന്നിയുടെ സോക്സ് ഇട്ടോണ്ട് അതായത് ആ സോക്സിൻ്റെ കേസ്, ബിന്നിയുടെ സോക്സ് നെവിനിട്ട് കഴിഞ്ഞ സമയത്ത് സ്ത്രീകൾ മാത്രം, അതായത് അനുമോൾ പറഞ്ഞാൽ സ്ത്രീകൾക്കൊരിത് പുരുഷന്മാർക്കിത്. പക്ഷേ ഇതിനെ പൊളിച്ചടക്കുന്ന സംഭവമാണല്ലോ നെവിൻ്റെ ചിന്താഗതി. അതായത് അനുമോൾ പറയുന്നത് മറ്റവനിട്ട് കിടക്കുന്ന ഹെയർ ബാൻഡ് പോലും അത് സ്ത്രീകളുടെയാണ്. അത് അപ്പോൾ അവിടെ നിന്നാണ് ഈ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞ സാധനം പരിവേഷം ഉണ്ടാവുന്നത്. അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചു. ഇവൻ തിരിച്ചു പറഞ്ഞു നിൻ്റെ അമ്മൂമ്മയാണ് കുലസ്ത്രീ എന്നുള്ളത്. ശരിക്കത് പറയാൻ പാടില്ല, അത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ തന്തയ്ക്ക് വിളിയും വീട്ടിലുള്ളവരെ വിളിയാണ് അവർ ചെയ്യുന്നത്. ശരിക്കും അതൊരു ക്രെഡിറ്റ് അല്ലേ അല്ലേ, അത് കറക്റ്റല്ലേ? അമ്മൂമ്മമാരൊക്കെ ശരിക്കും ഇല്ലേ, കുറച്ച് പ്രായം ചെയ്ത ആൾക്കാരൊക്കെ കുലസ്ത്രീ. ഞാനത് പറഞ്ഞിട്ട് വീണ്ടും എനിക്കൊരു പ്രശ്നത്തിൽ കയറി വീഴാൻ വയ്യ. അയ്യോ പെൺകുട്ടികളുടെ സോക്സ് നാനുണ്ട് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ, അത് പ്രോഗ്രസീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന് പറഞ്ഞ് ജെൻഡറൈസ് പെൺകുട്ടികളുടെ സോക്സ് ആണ് ഞാൻ പറയും. ഇപ്പൊ തന്നെ വന്നു. അയ്യ നാടുണ്ടോ? ഒരു നാണമില്ല എനിക്ക്. ഇവിടെ പോലുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരാണ് ഇവിടുന്ന് ആദ്യം ഗെയിമിൽ നിന്ന് പുറത്തു. ഇതൊരു പ്രൊവോക്കിംഗ് ഗെയിം ആയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് കേട്ടോ. ചെരുപ്പും ആ ചെരുപ്പും തമ്മിൽ ഇട്ടേക്കല്ലേ, കാരണം ഒരു പെൺകുട്ടിയുടെ ചെരുപ്പും ആൺകുട്ടിയുടെ ചെരുപ്പും കൂടി കിടന്നു കഴിഞ്ഞാല് ഒരു കുഞ്ഞുണ്ടാവുന്ന വരെ പറഞ്ഞു പരത്തുന്ന വെറും ബോധമില്ലാത്തൊരു സ്ത്രീയാണ് അവള്. ശരി 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 തിരിച്ചു പറയൂ, പോയിന്റ് പറയൂ. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ ആകെ പറയാനുള്ളത് എന്താ പറയാ, ഫുഡ് എടുക്കുന്നു, പിന്നെ വേറെ എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം എന്താ അറിയോ, ഞാൻ വെറും ഈ അനീഷ് ഷാനവാസ് ഇത് പറഞ്ഞ് മനുഷ്യനെ എടുത്തു. ബാക്കിയുള്ളവരൊക്കെ എന്ത് വിഴുങ്ങാനവിടെ വന്നിരിക്കുന്നത് വരെ ചോദിക്കാൻ തോന്നിപ്പോയി. കാരണം നമ്മുടെ ചാനൽ എടുത്ത് നോക്കുന്ന സമയത്ത് ആൾക്കാർക്ക് തോന്നിപ്പോയി നിനക്ക് വേറൊരു ടോപ്പിക്കും ഇല്ലയോ തോന്നിപ്പോവും. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്കിംഗ് ഗെയിം കളിച്ച് കോണ്ടന്റ് തരണം. അതല്ലേ ബിഗ് ബോസ് അല്ലേ? നിന്റെ ബാക്കിൽ നിന്ന് കുത്തി ഏതെങ്കിലും റെലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എങ്കിലും പറഞ്ഞിട്ട് ഒരു ഡിബേറ്റിലെങ്കിലും ജയിക്കാൻ നോക്ക് സ്ത്രീയെ. നീ നെവിൻ നിനക്ക് ഡയലോഗ് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇതിലിടയ്ക്കാണ് ഷാനവാസിൻ്റെ എൻട്രി. അപ്പോൾ ഷാനവാസിൻ്റെ എൻട്രിയിൽ ഷാനവാസ് പറഞ്ഞത് ഇതുപോലെ പിന്നെ നെവിനെ പറഞ്ഞ സമയത്ത് നെവിൻ എടുത്ത വഴിക്ക് ഷാനവാസിനോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വന്നിട്ടുള്ളത്, ഇവിടെ പെങ്ങന്മാർ കൊണ്ടുവന്നത് ഫാമിലി ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങളെപ്പോലെ എന്നും പറഞ്ഞിട്ട് തിരിച്ച് ഷാനവാസിനും കൊടുത്തു. ഷാനവാസ് അതിൽ കയറി ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഷാനവാസ് പറയുക ഇവിടെ ഒരു ഗെയിമും കളിച്ചിട്ടില്ല, ഒരു ഫേക്ക് ഗെയിമും കളിച്ചിട്ടില്ല, ഞാൻ ഒരു ഫാമിലി ഉണ്ടാക്കിയിട്ടില്ല, എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഷാനവാസിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഞാൻ അവരോട് അവരെ സുഖിപ്പിച്ചോ അവരെ ഇതാക്കിയിട്ടോ ഞാൻ നടക്കുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്ന ആളാ, ഇവർക്ക് ഡയറക്റ്റ് പറ്റുന്ന ആളാ. പക്ഷെ അവരെ സുഖിപ്പിച്ചുകൊണ്ട് അവർക്കിട്ട് ബാക്കിലൂടെ കുത്തുന്നത് ഞാനല്ല, അത് നീയാ. അതായത് അക്ബറിനെയും ആര്യനെയും നോമിനേറ്റ് ചെയ്യുന്ന കേസായിട്ട് പറയുന്നത് ഷാനവാസ്. അല്ലാണ്ട് നിങ്ങളെ പോലെ അമ്മ പെങ്ങന്മാര് ഇങ്ങനത്തെ പെങ്ങളെ പോലെ തോന്നുന്നു അത് കാണിച്ചിട്ട് അവരെ ബാക്ക് സ്റ്റാബ് ചെയ്യാനല്ല നെവിനോട് വന്നേക്കുന്നത്. യു ആർ എ ചീപ്പ് ഗെയിമർ, ചീപ്പ് ഗെയിമർ. ഓക്കെ, നിങ്ങൾ വെറുതെ മാസ് കാണിച്ചിട്ട് ചീപ്പ് ഗെയിമർ ആവില്ല മിസ്റ്റർ ഷാനവാസ്. മനസ്സിലായി? എന്തെങ്കിലും വിട്ടണം. ഞാൻ പിന്നെ നോക്കും. എനിക്ക് അവസരം കിട്ടിയത് അപ്പൊ കുത്തിക്കൊല്ലും. മനസ്സിലായില്ലേ? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മുഖത്തോക്കി പറയും. ആണോ? പിന്നെന്ത് കുത്തും? ഞാൻ ഓൾറെഡി ഇന്റർവ്യൂവിന് വരവായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം പറയട്ടെ, അനിമോള് ഇവിടെ ജിസയിലെ കാട്ടിയും കൂടുതൽ പേയ്മെന്റ് എനിക്കാകും. ഇവിടെ എന്ത് തോന്നാത്ത കളിച്ചില്ലെങ്കിലും ഇവര് നിർത്തും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടാത്തതെന്നും ഇവളെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റാണ് വിവാദമായിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വരാൻ പോകുന്ന സംഭവം പേയ്മെൻറ്റിൻ്റെ വിവരങ്ങൾ പുറത്ത് പറയുന്നു. ഇതൊക്കെ സത്യമാണെന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ ഗെയിമിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയാമെന്നറിയില്ല. ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരേണ്ടത്. ഇതൊക്കെ നമുക്ക് അറിയണം. അനുമോൾ വളരെ കൃത്യമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ അക്ബർ ഈ ഒരു ടോപ്പിക്ക് വിടാൻ ഉദ്ദേശിക്കുന്ന അക്ബർ വീണ്ടും നെവിനെ കൊണ്ട് പറയിക്കുന്നത് കേൾക്കാട്ടോ. ഇവക്ക് നെഗറ്റീവ് ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നെവിൻ വെല്ലുവിളിക്കുന്നുണ്ട്. പറഞ്ഞിട്ടില്ല എന്ന് അനുമോൾ പറയുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ തിരിച്ച് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ മദർ പ്രോമിസും ബാക്കിയുള്ള കാര്യങ്ങൾക്കിട്ടുള്ള മദർ പ്രോമിസൊക്കെ
പിന്നൊന്നും പറയാതിരിക്കാൻ വേദം. അതാ പറഞ്ഞ തെളിയിക്ക്. നീ പറഞ്ഞു പിന്നെ വേറെ കൂടി പറ. വേറെ കൂടി ഞാൻ പറഞ്ഞുതരാം. വേറെ കൂടി പറയാം. ഇവർക്ക് ഇവക്ക് 65,000 രൂപ തീയില്ലാണ്ട് പുകയുണ്ടാവില്ലല്ലോ. അക്ബറിന്റെ ഡയലോഗ് കേട്ടില്ലോ, തീ ഇല്ലാണ്ട് പോകണ്ടാവില്ലല്ലോ. 65,000 രൂപ പെർ ഡേ ആണ്. മാത്രമല്ല ഇവിടെ വരുന്ന നെഗറ്റീവ് കാര്യങ്ങൾ സപ്രസ്, അങ്ങനെ അത് ഒരു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. 2 ദിവസം മുന്നേ ഞാൻ ഗോപ്രോ റിയാക്സിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അനുമോളുടെ ഫ്രണ്ടായിട്ടുള്ളൊരു വ്യക്തി, ഞാൻ PR അല്ല, ഞാൻ OR ആണ്. അതായത് വേറെ എന്തോ ഒരു പേര് പറഞ്ഞു, ORS എന്തൊക്കെയോ പരിപാടി, OR ആണ്. അതായത് അനുമോൾക്ക് വരുന്ന നെഗറ്റിവിറ്റി കാര്യങ്ങൾ അത് അതിന് പുറത്തിറങ്ങി കഴിഞ്ഞാലും ജീവിതമുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് സുഹൃത്തായിട്ടുള്ളൊരു ചങ്ങാതി വന്ന് പറഞ്ഞിരുന്നല്ലോ. അതും ഇവിടെ റെലവെൻ്റ് ആവുന്നുണ്ട്, കേട്ടോളൂ. ഞാൻ പറഞ്ഞോട്ടെ, എന്നെ ഒരു കാര്യം വിശ്വസിക്ക്. അക്ബർ ഒരു കാര്യം പറ്റേ, ഇവളെ എന്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇവളെ മാക്സിമം 100 days വരെ നിർത്തും. കാരണം ഇവർക്ക് കരിവാരി തേച്ചാലും ഇവളുടെ നെഗറ്റീവ് ഇമേജ് ആയിട്ട് ചെയ്താലും നമുക്ക് അല്ലല്ലോ, നീ തന്നെയാ പറഞ്ഞു എന്റെ അടുത്ത്, അല്ലാണ്ട് ഞാൻ നെഗറ്റീവ് അതായത് ഇവളെ മറ്റേ പുറത്തേക്കുള്ള ഔട്ട് നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചാലും ഇവിടെ നിർത്തും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റേ പേയ്മെന്റ് കൊടുത്ത് നിർത്തിയേക്കുന്നത് അനുമോളെയാണ്. അതുകൊണ്ട് രണ്ടും തമ്മിലൊരു കോറിലേഷൻ വരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ടോക്ക് ഇതിന് മുന്നേ അവിടെ ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് എന്നെ ഇവിടെ മാക്സിമം കരിവാരി തേക്കാൻ വേണ്ടി നിർത്തും എന്നുള്ളൊരു സംഗതി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോണ്ടന്റ് കൊടുക്കാനാണ്, പിന്നെ കാശ് ഇവിടെ എനിക്ക് കാശ് തരുന്നതിന് വേണ്ടിയിട്ടാണ്, കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. ഇനി അത് കേട്ടിട്ട് നെവിൻ പറയുകയാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ആണെങ്കിലും വീട്ടുകാരെ മാത്രം ഒന്ന് കണ്ടാൽ മതി, അതുവരെ ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ള രീതിയിലുള്ള എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. നീ പറഞ്ഞിട്ടുള്ള കുറച്ചേ ഞാൻ പറഞ്ഞോളൂ, ഒരു 5% ഞാൻ പറഞ്ഞോളൂ, ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ലൈവിൽ വീഡിയോ എനിക്ക് ഇവിടെ കാണിക്കാൻ വയ്യ. എനിക്ക് തോന്നി അനുമോള് പതറിയിട്ടോ. അനുമോള് തിരിച്ചൊന്നും നെവിനെ പറയുന്നില്ല. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചാൽ ആളെ തിരിച്ചതേമാതിരി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണെങ്കിലും നാറി. എനിക്ക് നിന്റെ സ്വഭാവം ഇല്ല മോനെ, എനിക്ക് ഇവരോട് സ്വഭാവം ഇല്ല. അക്ബർ പറഞ്ഞു കേട്ടോ, ഇത് പറഞ്ഞോ, ലാസ്റ്റ് പറഞ്ഞു കേട്ടോ. അക്ബർ നല്ല രീതിയിൽ മൂപ്പിച്ചു കൊടുക്കണം അവിടെ നിന്നിട്ടേ. ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റേ ആ എനിക്കത് വീണ്ടും എടുത്തിടാനായിട്ട് താല്പര്യമില്ല. ആ സമയത്ത് പറഞ്ഞതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി വന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവൾക്ക് എന്താണ് ഇത്രയും പേയ്മെന്റ് കൊടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പം ആദ്യം പറഞ്ഞിട്ട് എനിക്ക് വേണ്ട ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറയും. പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ നനഞ്ഞു, അതുകൊണ്ട് കുളിച്ചേ കയറുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവൾ എന്നിട്ട് ഇത് പറഞ്ഞു ഇവിടെ എപ്പിസോഡിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സമ്മതിക്കും. പിന്നെ 65,000 പെർ ഡേ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ 65,000 രൂപ ഒരു ദിവസം. ഓ അത് ശരി. വേറൊരു കാര്യം കേൾക്കണോ, 5 ലക്ഷം പോലും എടുക്കാൻ കഴിവില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ എന്നുള്ളത് സുഹൃത്ത് വന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അല്ലേ? അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് പറഞ്ഞത്. അതൊക്കെ ഇവക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യത്തിന് ഇവൾക്ക്, അതായത് ഇവള് ജോലി എടുക്കേണ്ടത് കൂലി ചെയ്യണല്ലോ. ഇതിന് വേണ്ടിയിട്ട് ഇവര് നിങ്ങളടുത്ത് എപ്പോഴെങ്കിലും പറഞ്ഞു? നിങ്ങളടുത്ത് പറഞ്ഞ കാര്യമല്ല, എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു ഇതെന്തായാലും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് കാണിക്കണം കേട്ടോ. കാരണം നെവിൻ അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത്. കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക അറിയോ, അനുമോളെ പീഡിപ്പിക്കുന്നു, അനുമോളെ ബിഗ് ബോസ് ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്നു, ഇവർക്ക് ബുദ്ധിമുട്ടിക്കാൻ വേറെ ആരെയും കിട്ടിയില്ല, അനുമോളെ മാത്രമേ കിട്ടിയുള്ളൂ, എല്ലാ ആഴ്ചയും എന്തിനാണ് ലാലേട്ടൻ അനുമോളെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നു ഇത്യാദി ഡയലോഗുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ കണ്ടു എന്നുള്ള കാര്യം നീ ശരിച്ചോ, നീ തെളിയിക്ക്. ഞാൻ ഷാനസിനോട് സംസാരിച്ചിട്ടില്ല, ഞാൻ പെട്ടെന്ന് പോകുന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പറഞ്ഞിട്ടില്ലേ? നീ എന്റെ അടുത്ത് പറഞ്ഞത് ഇവരെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും, കാരണം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ. ഓ ബിഗ് ബോസ് എത്ര ദിവസം വേണമെങ്കിൽ അനുമോളെ പിടിച്ച് നിർത്തും കരിവാരി തേക്കാൻ വേണ്ടി. അതായത് അനുമോളുടെ ഇമേജ് മാക്സിമം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ബിഗ് ബോസ് നിർത്തും എന്നുള്ളതോ? അങ്ങനെ അനുമോൾ പറഞ്ഞു എന്നാണോ?
ഇതന്നെയാണല്ലോ കമൻറ്റ് ബോക്സിലും പറയുന്നത്. ബിഗ് ബോസ് അനുമോളോട് എന്തോ ദേഷ്യം കാണിക്കുന്നു, ബിഗ് ബോസ് അനുമോളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് കമൻറ്റ് ബോക്സ്. ഇതൊരു പ്രീ പ്ലാൻഡ് സാധനമാണോ, ഒരു ഡയലോഗാണോ? ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്തൊരു സംശയം. കാരണം കമൻറ്റ് ബോക്സിലും എല്ലാ സ്ഥലത്തും പറഞ്ഞാൽ ബിഗ് ബോസിന് അനുമോളോട് എന്തോ ശത്രുത ഉണ്ട്, അനുമോളെ ബിഗ് ബോസ് മാക്സിമം ബുദ്ധിമുട്ടിക്കും എന്ന് പുറത്തുനിന്നും പറയുക, ഉള്ളുന്നും അനുമോൾ തന്നെ പറയുക ബിഗ് ബോസ് മാക്സിമം എന്നെ കരിവരുത്തേക്കും, എന്നെ മാക്സിമം ദിവസം ഇവിടെ നിർത്തിയിട്ട് മാനം കെടുത്തിയിട്ട് മാത്രമേ വിടുള്ളൂ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ബിഗ് ബോസിനെതിരെ ഭയങ്കര വലിയൊരു അലിഗേഷൻ ആണല്ലോ. എന്തൊക്കെ പറയുന്നത് നീ എന്നെടുത്ത് പറഞ്ഞു വലിയ കാര്യം പറഞ്ഞു മോളെ, നീ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കണ്ടന്റ് ഇപ്പോഴാണ് ഓരോ കുഴപ്പമില്ല, നീ എന്ത് വേണമെങ്കിലും നിനക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് മരപ്പാവനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉലാത്തിയിട്ട് നടക്കുന്നത്, മനസ്സിലായോ? ഞാന് ഇവിടെ നിന്നിട്ട് ഇപ്പൊ 70 ദിവസമായി കറക്റ്റ്. ആ 70 ദിവസം ഞാൻ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് നിന്റെ തോന്നലാ മോളെ. ഞാനായിട്ട് മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ. നിന്നെ മോഷ്ടിക്കാറില്ല, നിനക്കറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഈ പറഞ്ഞ അസൂയ ഗോസിപ്പ് പറയാറില്ല. അത് നിന്റെ സ്വഭാവം. ആരും നശിക്കണമെന്നോ അല്ലെങ്കിൽ നന്നാവില്ലെന്ന് ഞാൻ ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്ന് മാത്രമേ. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ നീ അങ്ങനെയല്ല. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഗെയിമിൽ എന്റെ മാക്സിമം. അപ്പോൾ അക്ബറിൻ്റെ ഇടയിൽ കൂടെ പറയുകയാണ്, നീ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്, കാരണം വെച്ചാൽ എൻ്റെ വൈഫ് പിണങ്ങി പോകുന്നുള്ളത് അനുമോള് പറഞ്ഞിട്ടില്ല എന്ന്. അക്ബർ നല്ല രീതിയിൽ സൈഡിൽ നിന്ന് കാച്ചുന്നുണ്ട്. നടത്തിരുന്നാ പോലും ഭക്ഷണം നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ കൊടുക്കാത്തൊരു മനുഷ്യനാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിട്ടല്ല, നിന്നെ പോലെ ഞാനൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഞാനിവിടെ 15 പേർക്ക് എന്നെ കൊടുക്കും പൊതിച്ചോറും ആക്കി എന്നിട്ട് എനിക്കിത് പറയേണ്ട താല്പര്യമില്ല ബിഗ് ബോസ്. പക്ഷെ ഞാനത് പറയും. അങ്ങനെ പറയിപ്പിക്കുന്ന വെറും ഒരു നാടകക്കാരില്ല. സോഷ്യൽ മീഡിയയിലോ ഞാൻ ഒരു ഇന്റർവ്യൂ. പക്ഷെ അതിനെക്കാട്ടി വലുതന്നെ ഇവിടെ വന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യം ഞാൻ പറ്റുന്നത്. അതിനെക്കാട്ടി ട്രിപ്പിൾ എഫക്റ്റ് ആണ് ഇപ്പൊ നീ പറഞ്ഞത്, മനസ്സിലായോ? നിനക്കത് ഇവിടെ പറയണമായിരുന്നു. യു ഹാവ് ടു സേ ദാറ്റ് ആ പർട്ടിക്കുലർ. യെസ്, ഇവിടെ നിന്നാണ് ആ ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നുള്ള വിളിയും അതിനെ തുടർന്നുള്ള തിരിച്ച് അമ്മൂമ്മേനെ വിളിയും. അത് പിന്നെ ഞാൻ എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും, വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിൻ്റെ അമ്മമ്മയെ പോയി വിളിക്കുക എന്ന് പറഞ്ഞു. അമ്മമ്മേനല്ലേ ഞാൻ വിളിച്ചത്, അമ്മേനെ ഇല്ലല്ലോ എന്നുള്ളതാണ് അനുമോളുടെ ന്യായീകരണം. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അമ്മേൻ്റെ അമ്മയല്ലേന്ന്. അതെന്ത് വർത്താനം? അത് അമ്മമ്മയെ വിളിക്കുക എന്നുള്ളതാണോ? അച്ചച്ചനെ വിളിക്കുക, അമ്മേനെയും അച്ഛനെയും പറയാൻ പാടില്ല. ഇതാണ് അനുമോളുടെ ന്യായീകരണം. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. പിന്നെ ബാക്കി എപ്പിസോഡിൽ കണ്ടതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒന്നാമത് 17 മിനിറ്റായി വീഡിയോ, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ നിർത്തുന്നത്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.